ജോഷിയച്ചനാണ് പറയേണ്ടത്. ജോഷിയച്ചൻ നമ്മുടെ ഇവിടുത്തെ സുപ്രീറച്ചനാണ്. അച്ഛനാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. അച്ഛൻ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ള അനുവാദം തന്നത് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛനോട് നമുക്ക് പ്രത്യേക കടപ്പാടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനോട് നന്ദി പറയാനുള്ള സമയമാണ്. അച്ഛന് വേണ്ടി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുണ്ട് ഒരു നന്ദി പറയാം. എല്ലാവരും ഇരിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത് ചന്ദനച്ചനാണ്. ചന്ദനച്ചൻ എനിക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. അച്ഛൻ ഒരുപാട് വർഷം ഇവിടെ സേവനം ചെയ്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഡൽഹിയിൽ പോയി തിരിച്ച് വീണ്ടും വന്നത്. അന്ന് നമ്മുടെ കൊട്ടായ്മയിൽ പ്രഭാഷം കുർബാനയ്ക്ക് വന്നിട്ടുണ്ട്. ആ പള്ളിയിലായിരുന്നപ്പോഴേക്കും അച്ഛനെ അറിയാവുന്ന ഓർമ്മണ്ടാവും. ആ പള്ളിയിൽ കുർബാനയ്ക്ക് ഓർമ്മയുണ്ടാവും. അവിടെ വന്ന് കുർബാനയും ആരാധനയൊക്കെ അച്ഛൻ നടത്തിയിട്ടുണ്ട്. ആ അച്ഛൻ നമുക്കിന്ന് ബലിയർപ്പിക്കാനായിട്ട് നമ്മുടെ ഇവിടെ സന്നിധനാണ്. അച്ഛനെ പ്രത്യേകം നമ്മുടെ പേരിലും നമ്മുടെ കൂട്ടായ്മയുടെ പേരിലും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി എൻ്റെ സഹപ്രവർത്തകരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അവരെല്ലാവരും ആത്മാർത്ഥമായിട്ട് രാവിലെ തന്നെ ഉച്ചവരെ കൊണ്ടുവരികയും വെള്ള വസ്ത്രങ്ങളെ ധരിപ്പിച്ചുകൊണ്ടാണ് എല്ലാവരും വരികയും ചെയ്തത്. ആ ലീഡേഴ്സിനെ പ്രത്യേകം നന്ദി പറയുന്നത്.